UDF ഇടത് ജനാധിപത്യ സർക്കാരിനെതിരെയുള്ള ഒരു തരംഗം കേരളത്തിലുടനീളമുണ്ട്. എല്ലാ ഇലക്ഷനുകളിലും ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിലൊക്കെ അത് റിഫ്ലക്റ്റ് ചെയ്തതാണ്. അത് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. അറൗണ്ട് 100 സീറ്റ്സ് ഐക്യനാഥത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ലീഗിൻ്റെ ഒരു എത്ര സീറ്റുകൾ നേടാൻ സാധിക്കും? മുഴുവൻ സീറ്റുകളിലും ലീഗിന് വിജയസാധ്യതയുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒത്തൊരുമയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. ടീം UDF ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സീറ്റുകളിലൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളും കാണുന്നില്ല. ഈ വേവ് ആണെങ്കിൽ എല്ലാ സീറ്റും ജയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൊക്കെ സാധ്യത എങ്ങനെ? മലപ്പുറം ജില്ലയും എറണാകുളം ജില്ലയും ഏകദേശം മുഴുവൻ സീറ്റുകളും UDF ജയിക്കുന്ന സാഹചര്യമുണ്ട്. 14+16 30 സീറ്റ്സ്. അതായത് UDF ഇത്തവണ കൗണ്ട് ചെയ്യാൻ പോകുന്നത് 31 എന്നായിരിക്കും. ദാറ്റ്സ് വാട്ട് ഹാപ്പനിങ്. സർ, FCRA ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ ധാരാളം ചർച്ചകൾ നടന്നിരുന്നു. ധാരാളം സഭകൾ BJPക്കെതിരെ നേരിട്ട് തന്നെ വന്നിരിക്കുകയാണ്. വോട്ടിൻ്റെ കാര്യത്തിൽ പോലും ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. അപ്പോൾ BJP FCRA ബില്ലിൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഫ്യൂച്ചർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? FCRA ബില്ല് ഇവിടുത്തെ മൈനോറിറ്റീസിനെ ത്രെട്ടൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന പദ്ധതികളായിട്ടാണ് ഞാൻ ഈ അമൻമെൻറ്റിനെ കാണുന്നത്. അവരുടെ പരിധിയിലേക്ക് എല്ലാവരും എത്തിക്കാമെന്ന് ധരിക്കുകയാണ്. FCRA ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു റൈറ്റാണ്, അവകാശമാണ്. ആ അവകാശത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെടുന്നു. ആർട്ടിക്കിൾ 25 ഒക്കെ കട്ടയിൽ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ പാടില്ല എന്ന് പറഞ്ഞ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ടോട്ടലി അൺറീസണബിൾ റെസ്ട്രിക്ഷൻസ് അവർ കൊണ്ടുവരുന്നു. എനിവേ അതൊന്നും അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്, നിയമപരമായി നിലനിൽക്കുന്നതല്ല. ഗുരുവായൂരിൽ ശ്രീ ഗോപാലകൃഷ്ണൻ BJPയുടെ കാൻഡിഡേറ്റ് ഉയർത്തിയ ആരോപണങ്ങൾ, ഈ വർഗീയ പ്രചാരണങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം പേഴ്സണലി അത്തരം പ്രചാരണങ്ങൾ നിർത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഉയർത്തിയ അതേ തരത്തിലുള്ള ബോർഡുകൾ BJP ഇപ്പോൾ ആലുവ മണ്ഡലത്തിൽ ഉയർത്തിയിരിക്കുകയാണ്. അതായത് കൂടുതൽ MLA മുസ്ലിം സമുദായത്തിനാണ് എന്നൊരു തരത്തിലുള്ള ഒരു ബോർഡുകൾ BJP ഉയർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ലീഗൽ ആക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? അത് തീർച്ചയായിട്ടും. ഈ ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റിയിൽ എല്ലാവരും ഒന്നിച്ച് ഏകോദര സൗകര്യങ്ങളെ പോലെ ജീവിക്കുന്നിടത്ത് ഇവർ നടത്തുന്ന ഹെയ്റ്റ് ക്യാമ്പയിനാണ്. അത് അവർ എലക്ഷൻ ടൂളാണ്. അത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അവർക്കത് തെറ്റാണെന്നും അറിയാം, ഇലക്ട്രൽ ഒഫൻസ് ആണെന്നും അറിയാം. അത് 196 BNS പ്രകാരമുള്ള ഒഫൻസ് ആണെന്നും അറിയാം. വീണ്ടും അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രശ്നം ഇവിടെയല്ല. ഇതൊരു ഒഫൻസ് ആണെന്ന് കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് തോന്നണ്ടേ? അവർ നടപടി എടുക്കണ്ടേ? നോൺ വൈലബിൾ ഒഫൻസാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് സാങ്ഷൻ കൊടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട കേസാണത്. പക്ഷേ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇലക്ഷനിൽ അവർക്കും ഗുണം കിട്ടുന്നു എന്നാണ് അവർ കരുതുന്നത്. ഈ ബോർഡിനെതിരെ UDF കാര്യമായിട്ട് പ്രതികരണമില്ല എന്നൊരു വിമർശനമുണ്ട്. ഇതിനെതിരെ ഇത്തരം ബോർഡുകൾക്കെതിരെ UDFൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി മുസ്ലിം UDF ആണ് ഓപ്പോസിറ്റ്? ഈ പറഞ്ഞ ഗുരുവായൂരാണെങ്കിലും ഈ പറഞ്ഞ ആലുവ ആണെങ്കിലൊക്കെ ഓപ്പോസിറ്റ് UDF MLA ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലങ്ങൾ കൂടിയാണല്ലോ. അപ്പോൾ അതിനെതിരെ UDF കാര്യമായിട്ട് പ്രതികരണങ്ങൾ നടത്തിയിട്ടില്ല എന്നൊരു വിമർശനമുണ്ട്. UDF എല്ലായിടത്തും ലീഗൽ സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കും. ഇവിടെ ഗുരുവായൂരുടെ ഇഷ്യൂവിൽ ഇന്നലെ ഞങ്ങളുടെ ലീഗൽ കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്. തൈലയുടെ കേസിൽ ഇന്ന് കംപ്ലയിൻറ്റ് പോയിട്ടുണ്ട്. ഞങ്ങൾ നിയമപരമായിട്ട് അതിനാണ് നേരിടുന്നത്. ഇത് പൊളിറ്റിക്കലായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അവർ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കേരളത്തിൻ്റെ ക്യാമ്പയിൻ ആ ദുർഭരണത്തിനെതിരെയും ഈ പറഞ്ഞ വിദ്വേഷ BJPയുടെ വിദ്വേഷ രാഷ്ട്രീയമാണ് ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ ലീഗൽ സ്റ്റെപ്പ് എല്ലാത്തിനും ഇനിഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂർ ഇഷ്യൂ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ തൈലയുടെ കോൺസ്റ്റിറ്റ്യൂൻസി ഇഷ്യൂവിൽ എടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതിനുവേണ്ടിയുള്ള കംപ്ലയിൻറ്റ്സ് ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞു. കേരളത്തിലെ വിജയപ്രതീക്ഷയെക്കുറിച്ച് കേരളത്തിലെ വിജയപ്രതീക്ഷ പറഞ്ഞല്ലോ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ആ സ്റ്റാൻഡ് തന്നെയാണ്. 100 മിനിമം ആണ് ഞങ്ങൾ പോയി എത്തിക്കുന്നത്. പേരാമ്പ്ര ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രൽ ഒഫൻസാണ് ഒന്ന്. അതുകൂടാതെ തന്നെ ഈ 196 ഒഫൻസാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഇവർ ചെയ്യുന്നത് കറപ്റ്റ് പ്രാക്ടീസാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി ഇടതുപക്ഷമാണെങ്കിൽ കോടതി ഇടപെട്ട് അത് സെറ്റിസ്ഫൈ ചെയ്യാൻ സാധ്യതയുണ്ട്. അവരിതൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവർക്ക് കറപ്റ്റ് പ്രാക്ടീസ് നിൽക്കില്ലല്ലോ. തോക്കുന്ന ആൾക്കെതിരെ കറപ്റ്റ് പ്രാക്ടീസ് പറഞ്ഞാലും സെറ്റിസ്ഫൈ ചെയ്യേണ്ടതില്ലല്ലോ. ആ ധൈര്യമാണ് അവർ കാണിക്കുന്നത്. ഈ സീറ്റുകളിലൊക്കെ പരാജയപ്പെടാൻ പോകുന്നെന്ന് ഉറപ്പാക്കുകയാണ്. അവസാന ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനകത്ത് അവർ പറഞ്ഞിരിക്കും, ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ തേലിക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്തു. വ്യാജ കംപ്ലയിൻ്റാണ്. ആ വ്യാജ കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് പോലും IPCയിൽ ഇപ്പോൾ പുതിയ BNSൽ 217 248 ഒഫൻസസാണ്. ഞങ്ങൾ അതിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒഫൻസ് അവർ കമ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ ഈ പൊളിറ്റിക്കലായിട്ട് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഒരു സൈഡിലുണ്ട്. പക്ഷേ ലീഗലി ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ ഞങ്ങൾ ലീഗലി നേരിടും, പ്രോസിക്യൂട്ട് ചെയ്യും, നടപടി സ്വീകരിച്ചിരിക്കും. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ലീഗലി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും തടസ്സം? കാരണം ഒരു ലീഗ് പ്രവർത്തകനായിരുന്നു ആദ്യം കുറ്റം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആ വിഷയത്തിൽ ലീഗലി മുന്നോട്ട് പോകാനോ പ്ലാനുകൾ? ലീഗലി മുന്നോട്ട് പോയല്ലോ. അതിന് ഞങ്ങൾ ആളുകളെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അവർ തന്നെ അഡ്മിറ്റ് ചെയ്തു ഇന്ന ആളുകളാണ് ഇത് ഷെയർ ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ അവർ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കണം.
ഇപ്പോൾ പറഞ്ഞ് റെഫർ റിപ്പോർട്ട് കൊടുത്തു എന്നാണ് പറഞ്ഞത്. റെഫർ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ കൊടുത്താൽ അപ്പോൾ തന്നെ പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ ഒബ്ജക്ഷൻ അതിനകത്തുണ്ടാകും. ഫർദർ എൻക്വയറി, ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഞങ്ങൾ പോകും. ഈ കാസർഗോഡ് ഈ ഷാനവാസ് ബഹാദൂരിനെതിരെ ഒരു വനിതാ ലീഗ് നേതാവ് നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ, അങ്ങനെയെല്ലാം നടത്തിയെന്ന് ഉദ്ദേശിച്ചിട്ട്. ഇപ്പോൾ CPM അക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു പറയുന്ന ഒരു കാര്യത്തിൽ താങ്കളുടെ വിശദീകരണം? അല്ല, ഞാനത് കേട്ടിട്ടില്ല. എൻ്റെ ഒന്നാമത്. രണ്ടാമത്തെ വിഷയം എന്താ വെച്ചാൽ, എവിടെയെങ്കിലും ചെറിയൊരു വിഷയം ഉണ്ടെങ്കിലും പോളറൈസേഷൻ കിട്ടുന്ന വാക്കുകൾ അതിനകത്തൊന്ന് കിട്ടുമോ നോക്കുകയാണ്. ഏതൊരു ചെറിയൊരു നേതാവാണ്, ആരാണ് പറഞ്ഞത്, ഞാനത് കണ്ടിട്ടില്ല. എനിവേ എവിടെയെങ്കിലും ഒരു ചെറിയ വാക്കിനെ അടർത്തിയെടുത്തിട്ട് അത് വെച്ചിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ശ്രമം CPM നടത്തുന്നു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത്.